ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ല. നിങ്ങളെല്ലാവരും ഫിസിക്സ് എക്സാമിനെ നേരിടാൻ തയ്യാറായിരിക്കുവാന്ന് എനിക്കറിയാം. മക്കളെ, ഇന്നലെ ഈവനിങ് കൃത്യം 5 മണിക്ക് തുടങ്ങിയ മാരത്തോൺ ലൈവ് നമ്മൾ ഇന്ന് അവസാനിച്ചത് ഇന്ന് രാവിലെ പുലർച്ചെ എന്ന് പറയാം, പുലർച്ചെ കൃത്യം 3 മണിക്കാണ്. ഏകദേശം 10 മണിക്കൂർ 48 മിനിറ്റ് നീണ്ടു നിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മാരത്തോൺ ലൈവുകളിൽ ഒന്നാണ് ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടു തീർത്തത്. സാറേ, ആ മാരത്തോൺ ലൈവ് എനിക്ക് പല കാരണങ്ങളാൽ കണ്ടു തീർക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന നിരവധി മക്കളുണ്ടാവും. ഏകദേശം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 90% മക്കൾക്കും ചിലപ്പോൾ കണ്ടു തീർക്കാൻ സാധിച്ചവരായിരിക്കും. എങ്കിൽ പോലും പലർക്കും അത് പൂർണ്ണമായും കണ്ടു തീർക്കാൻ സാധിച്ചു കാണില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഓവർനൈറ്റ് ലൈവ് ആയിരുന്നു. രാവിലെ പുലർച്ചെ വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ലൈവായിരുന്നു. മേ ബി ഡാറ്റ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, മൊബൈലിലെ ഡാറ്റാസ് തീർന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പല കാരണങ്ങളാൽ കണ്ടു തീർക്കാൻ സാധിക്കാത്തവരായിരിക്കും നിങ്ങളിൽ പലരും. മാരത്തോൺ ലൈവ് കണ്ടു തീർക്കാൻ സാധിച്ചില്ല, ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ചോദ്യം. കാരണം ഓരോ ചാപ്റ്റേഴ്സിന്റെ കണ്ടന്റുകളും വിശദമായി പഠിപ്പിച്ചു തരുന്ന ആ മാരത്തോൺ ലൈവ് ഇനി കാണാനും സാറേ ഞങ്ങൾക്ക് സമയമില്ല. കാരണം ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ഞങ്ങൾക്ക് റിവൈസ് ചെയ്യണം. ഇനി എപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മക്കളെ, കണ്ടു തീർക്കാൻ സാധിച്ചവരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുക. കണ്ടു തീർക്കാൻ സാധിക്കാതെ പോയവരും നിങ്ങൾ വിഷമിക്കണ്ട മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട. കാരണം കംപ്ലീറ്റ് കണ്ടന്റുകളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് കണ്ടന്റുകൾ, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കണ്ടന്റുകളാണ് മക്കളെ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. എന്നാൽ അത് നിങ്ങൾക്ക് സ്ട്രോങ് അല്ലെങ്കിൽ പോലും ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ സൂപ്പർ 60 ഉണ്ട്. നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന എണ്ണം പറഞ്ഞ 60 ചോദ്യങ്ങളാണ് മക്കളെ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. 60 ചോദ്യങ്ങൾ. അത് അന്തസ്സായിരുന്നു പഠിക്കുക. അത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാരത്തോൺ ലൈവ് കാണാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പറയുന്ന ഓരോ ചോദ്യങ്ങളുടെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് കൂടി സ്ട്രോങ് ആക്കിയിരിക്കണം. കാരണം നിങ്ങൾ മാരത്തോൺ ലൈവ് കാണാത്തവരാണ്. കണ്ടന്റ് ഇല്ലെങ്കിൽ ആ ചോദ്യം തിരിച്ചോ മറിച്ചോ ട്വിസ്റ്റഡ് ആയിട്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. സോ സൂപ്പർ 60 കാണുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ മാരത്തോൺ ലൈവ് കാണാത്തവരാണെങ്കിൽ ഓരോ ചോദ്യങ്ങളും അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി അടിസ്ഥാനപരമായി അതെങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും ഉത്തരം എഴുതാൻ കാപ്പബിൾ ആവുന്ന തരത്തിൽ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അതാണ് സൊല്യൂഷൻ. സോ 60 എണ്ണം പറഞ്ഞ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തുന്നില്ല മക്കളെ. നാളെ രാവിലെ കൃത്യം 6 മണിക്ക് ഫിസിക്സിന്റെ ബൂസ്റ്റർ ഡോസുമായി, അതായത് 1 ഡോസ് വാക്സിൻ അടിച്ച ആൾക്കാർക്ക് നമ്മൾ ഒരു ബൂസ്റ്റർ ഡോസ് വാക്സിൻ കൊടുക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ മാരത്തോൺ ലൈവും സൂപ്പർ 60 കഴിഞ്ഞു വരുന്ന മക്കൾക്കുള്ള ബൂസ്റ്റർ ഡോസ് വാക്സിൻ ആണ് നാളെ രാവിലെ 6 മണിക്ക് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അതുകൂടി കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടടാ മക്കളെ. മുഴുവൻ മാർക്കും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. നിങ്ങൾ പഠിച്ച കണ്ടന്റുകൾക്കപ്പുറം, നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾക്കപ്പുറം, നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയതിനപ്പുറം ഒന്നും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നാളെ കാണില്ലടാ. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കും. ഈ ചോദ്യ പേപ്പർ കാണുന്ന സമയത്ത് സൈലത്തിലെ ഓരോ അധ്യാപകരുടെ മുഖമായിരിക്കും മക്കളെ നിങ്ങളുടെ മനസ്സിൽ വരിക. ഓർത്തു വെച്ചോ ഈ വാക്ക്. ഇത് നാളെ നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്നതാണ് മക്കളെ. സോ ഗൈസ്, കാണാം.